ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്? വിനു, ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു ഒന്ന് SDPIയുടെയും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുള്ള ജനകീയ വികസന സമിതിയുടെയും പ്രകടനം എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത്. ജനകീയ വികസന സമിതി ഒരുപക്ഷെ അമ്പയെ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. കാരണം കാര്യമായ രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കുന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ പക്വത ആർജിച്ചിട്ടില്ല എന്ന് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. അതേസമയം കൃത്യമായി CPM-ന്റേതുപോലുള്ള ഒരു കേഡർ സ്വഭാവത്തിൽ പിന്തുടർന്നു വന്ന SDPI നഗരസഭയിൽ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു ധാരണയുടെ പിൻബലത്തിൽ കൂടി കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു, 14-ാം വാർഡ്. ഇതിന്റെ പിന്നിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ സ്ഥാനാർത്ഥി തന്നെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM വോട്ട് മറിക്കുകയായിരുന്നു എന്നാണ് ഈ വാർഡിൽ തോട്ട 14-ാം വാർഡിലെ കസാനക്കോട്ട സൗത്തിൽ തോട്ട സ്ഥാനാർത്ഥി ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ കണ്ണൂർ ജില്ലയിലെ മറ്റു 2 വാർഡുകൾ കൂടി 2-ാം സ്ഥാനത്തെത്താനും അതുവഴി LDF-നെ 3-ാം സ്ഥാനത്തെത്താനും തള്ളാനും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും രാഷ്ട്രീയ കേരളം പരിശോധിക്കേണ്ടി വരുന്ന ഒരു വിജയമാണ് SDPI ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള സമവാക്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള മുന്നണി സമവാക്യങ്ങളിലൂടെയല്ല SDPI ഇത് നേടിയിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാനത്തൊട്ടാകെ തന്നെ 6 പഞ്ചായത്തുകളിൽ, ഇടുക്കിയിലടക്കം 6 വാർഡുകളിൽ അവർ വിജയം നേടിയിരിക്കുന്നു. SDPI വേറെ ഏതെങ്കിലും മുന്നണിയുമായി ചേർന്നല്ല. തീർച്ചയായും അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്, കഴിഞ്ഞ കണ്ണൂരിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള, അവർ കൊണ്ടുവന്നിട്ടുള്ള SDPI എന്ന പാർട്ടിയുടെ പേരിലാണ് ഇത്തരത്തിൽ ഒരു വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഇത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കപ്പെടാൻ പോകുന്ന ഒരു വലിയ വസ്തുതയായിരിക്കും. വിനു, ഷാജാൻ, ഏറ്റവും ഒടുവിലായി CPM വിമതർ പലയിടത്തും മത്സരിച്ചിരുന്നു. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള